ദേ നോക്ക് എന്റെ പൊന്ന് MC ഏമാമാരെ എന്റെ ബൈക്കിന് പെർമിറ്റ് ഉള്ളതാ കാണു. എടോ ഈ തന്റെ ഈ ബൈക്കിന്റെ പെർമിറ്റ് വെച്ചിട്ട് നൂറിനാട് പഞ്ചായത്ത് മാത്രമേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ പൊന്ന് സാറേ അതിന് നൂറാട് പഞ്ചായത്ത് അല്ലയോ? ഒരിക്കലും അല്ല. എടാ തന്റെ ഈ വണ്ടിയുടെ ബാക്ക് ടയർ ഇരിക്കുന്ന നൂറിനാട് പഞ്ചായത്തിലും അതിന്റെ ഫ്രണ്ട് ടയർ ഇരിക്കുന്ന പാലമേ പഞ്ചായത്തിലുമോ? എന്റെ പൊന്ന് സാറുമാരെ അങ്ങനെ പറയരുത്. ബ്രേക്ക് പിടിച്ചപ്പോ അറിയാതെ കുറച്ച് തെന്നി മാറി ഇങ്ങോട്ട് വന്നതാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പപ്പാതി പെറ്റി അങ്ങോട്ട് അടച്ചാട്ടെ. എടോ 15,000 രൂപ അങ്ങോട്ട് എഴുതി കൊടുത്തേ. എന്റെ പൊന്ന് സാർ അങ്ങനെ പറയരുത് സാറേ. പെട്ടെന്ന് പെറ്റി അടിച്ച് നിന്റെ വണ്ടിയും കുണ്ടിയൊക്കെ അങ്ങോട്ട് മാറ്റി, അല്ലെങ്കിൽ മിനിറ്റിന് പെറ്റി വരും കേട്ടോ. ചേട്ടാ വണ്ടി ഇറക്കാനേ കോടതിയിൽ നിന്ന് അനുമതി കിട്ടി. ഇത് ജോബിൻ മോട്ടോഴ്സിന്റെ വിജയം. അനുമതി കിട്ടിയെന്ന് വെച്ചേ വണ്ടി ഓടണോ വേണ്ടെന്നേ നമ്മളാ തീരുമാനിക്കുന്നത്. നാളെ മുതല് നമ്മുടെ വണ്ടി നമ്മൾ ഇറക്കും. ഇതെല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കണം. എല്ലാത്തിനും മുകളിൽ കോടതി ഉണ്ടെന്നുള്ള കാര്യം അവന്മാരെ നമുക്ക് അറിയിക്കണം. വാശി അത് നമ്മളോടാണ് അവന്റെ വാശി. നാളെ രാവിലെ തന്നെ വണ്ടി ഇറക്കണം. നാളെ രാവിലെ തന്നെ വണ്ടി പിടിക്കണം. സാറേ ഓവർലോഡുമായിട്ട് ഒരു പാണ്ടിലോർ പോകുന്നു. അത് വിടറോ, നമുക്കുള്ള ജാഗര ഇപ്പൊ ഇങ്ങെത്തും. നമുക്കുള്ള ദേ വരുന്നു. മുതലാളി ബസ്സുമായിട്ട് എങ്ങോട്ടാ? മുതലാളി അല്ലേ സാറേ, ഒരു ഓട്ടം പിടിക്കാൻ ഇറങ്ങിയതാ. മുതലാളി ആ വണ്ടി അങ്ങോട്ട് മാറ്റിയിട്. വണ്ടി മാറ്റിയിടാ. ശരി അണ്ണ. ചെക്ക് എന്നാ സാറേ ചെക്ക് ചെയ്യ് സാറേ. സാറേ വണ്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. സാറേ ടയർ പൊട്ടയാ. സാറേ ടയർ പൊട്ടയെന്ന്. വൈപ്പർ വർക്കിംഗ് അല്ല. സാറേ വൈപ്പറും വർക്കിംഗ് അല്ലെന്ന്. സാറേ ഓയിൽ ഇട്ടിട്ടില്ല. സാറേ ഓയിൽ ഇട്ടിട്ടില്ലെന്ന്. സാറേ ഇൻഷുറൻസ് ഇല്ല. സാറേ ഇൻഷുറൻസ് ഇല്ല. സാറേ പെർമിറ്റും ഇല്ല. സാറേ പെർമിറ്റും ഇല്ല. അപ്പം പുകയും കാണത്തില്ലല്ലോ. KSRTC ബസ്സുകാര് നിയമം നോക്കാതെ വണ്ടി ഓടിച്ചു പറഞ്ഞു എന്റെ മെക്കിട്ട് അങ്ങനെ കേറാൻ വന്നാലോ. KSRTC ആണോ ചെക്ക് ചെയ്തേ? സാറ് അത് ചെക്ക് ചെയ്യല്ലോ പറഞ്ഞേ. ആ വണ്ടി പറഞ്ഞു വിട്ടിട്ട് ഈ വണ്ടി ചെക്ക് ചെയ്യണോ? നല്ല ക്ഷീണമുണ്ടല്ലോ സാറേ, ഒരു കുലിക്ക് അങ്ങോട്ട് എടുക്കട്ടെ. നീ എനിക്കിട്ട് കുലിക്കല്ലേ, അങ്ങോട്ട് മാറിയിക്ക്. ലൈറ്റ് ഓക്കെ, മിറർ ഓക്കെ, സീറ്റ് ഓക്കെ, ടയർ ഓക്കെ. ഇത് മേടിച്ച ബുക്കും പേപ്പറും എടുക്കണോ? ഇതും ഫുൾ ഓക്കെ ആണല്ലോ. ഇന്നാ എന്റെ പേപ്പർ. താടി ഷേവ് ചെയ്തിട്ടില്ല, കണ്ണില് ചീമ്പള. സാറേ 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 പല്ലും തെച്ചിട്ടില്ല, വായു മലിനീകരണം. എന്നാലേ ഒരു നല്ലൊരു പെറ്റി എഴുതിക്കോ. സാറപ്പം ജീവിക്കാൻ സമ്മതിക്കത്തില്ലല്ലയോ. സാറ് വണ്ടി പിടിച്ചിരുന്നോ? എന്നാ ഒപ്പിട്ട് കൊടുത്തിട്ട് വാടാ. പോട്ടെ സാറേ, വരട്ടെ സാറേ. ചെക്കിങ് ആണ്, നമ്മുടെ സമയം വൈകി കേട്ടോ. സാരമില്ല, അത് യാത്രക്കാർക്ക് മനസ്സിലാവും. ജനങ്ങളെ നമ്മുടെ കൂടെ. കേട്ടോ, നാട്ടുകാർ നമ്മളെ ഏറ്റെടുത്ത്. വണ്ടി ഒന്ന് നിർത്തണേ. അല്ല കുറച്ചു മുമ്പ് ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളല്ല, വേറെ MCD. എന്റെ കുട്ടി നോക്ക്, നോക്ക്, കണ്ടോ കണ്ടോ? എന്താ വേണ്ടേ? പെറ്റി തരണം, പോണം. തന്നോ? കൊണ്ട് പൊക്കോ. രണ്ട് പെറ്റിയായില്ലയോ? എല്ലാം മെച്ചം കാണുവണ്ണ. കാണുമായിരിക്കും. എന്താ? ഞങ്ങള് വേറെ MCD, അപ്പൊ നിങ്ങളുടെ വണ്ടി ഒന്ന് പരിശോധിക്കണം. എങ്ങനാ? ശരിയാ, വേറെ MCD യാ. മുഖത്ത് 2 കുത്തുണ്ട് അല്ലേ? സാറേ കൊള്ളാം, പക്ഷെ വണ്ടിയുടെ നമ്പർ ഒന്ന് മാറ്റാ കൊള്ളായിരുന്നു. പെറ്റിങ് എടുത്തോ. ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഒരിക്കലുമില്ല. എന്തെന്ന് വെച്ചാല് ഒരു പെറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 3 കുത്തും ഉണ്ട് കേട്ടോ. മുമ്പേ ആ സാറ് നിന്ന പപ്സിന്റെ പൊടി കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്നു സാറേ. താങ്ക്സ് ചേട്ടാ. ഇപ്പൊ എല്ലാം കൂടെ 10-300 പെറ്റിയായില്ലയോ? ഇത് കാണുമ്പോൾ ഒരു ആശ്വാസം അല്ലേ? വാ.
100-200 പെറ്റിയായി. പക്ഷെ പേടിക്കണ്ട, ദേ തമിഴ്നാടെത്തി. ആ ബോർഡർ എന്ന് കഴിഞ്ഞാലേ പിന്നെ തമിഴ്നാടാ, പിന്നൊന്നും പേടിക്കാനില്ല. വാ, പെട്ടെന്ന് 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 ഇറക്ക്, ഇറക്ക്, ഇറക്ക്. കേരളം കഴിഞ്ഞ് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. തമ്പി സാറേ എങ്ക പോറേ സാറേ? ഇങ്ക വാ സാറേ. എന്താ? அப்ப நீங்க தான் வின்னு. ரொம்ப பெத்தி இருக்கு. இந்தா. കാലയിലെ കോയമ്പത്തൂർ സാറിന്റെ വണ്ടി ഇതുവരെക്കും അങ്ങ് വന്ന് ചേർന്നില്ല അല്ല? രാവിലെ കോയമ്പത്തൂർ എത്തേണ്ട വണ്ടി ഇങ്ങ് എത്തിയില്ലല്ലോ. സായന്ത്രമായാലും അങ്ങ് സേരാത് തമ്പി. ആ രാത്രി ആയാലും എത്തത്തില്ല. ഉന്നാലെ മുടിയാതെ തമ്പി. ആ നിന്നെ കൊണ്ടുണ്ടാക്കാൻ പറ്റത്തില്ല തമ്പി. വട്ടായോന്ന്. നമ്മുടെ പാസഞ്ചേഴ്സിനെ കൊണ്ട് നമ്മുടെ വേറൊരു വണ്ടി, ഈ വണ്ടി ഇറങ്ങുന്നതിലും 1 മണിക്കൂർ മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങി, പറഞ്ഞതിൽ 1 മണിക്കൂർ മുമ്പ് നിന്റെയൊക്കെ ചെക്ക് പോസ്റ്റ് കഴിയുകയും ചെയ്ത്. ഇനി മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല. എന്നാൽ മുടിയും തമ്പി. ചുക്രമണി അടി സക്കേ.